എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നാടൻ പലഹാരമായ ഇലയടയാണ്. അപ്പോൾ ഈ ഒരു ഇലയട വന്നിട്ട് പൊട്ടിപ്പോകാതെ നല്ല സോഫ്റ്റ് ആയിട്ട്, ഇപ്പോൾ രാവിലെ ഉണ്ടാക്കുന്ന അട വൈകുന്നേരം ആയാലും നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കാനുള്ള കുറച്ച് ടിപ്സും, അതുപോലെ തന്നെ സാധാരണ ഇലയടയ്ക്ക് നമ്മൾ വെക്കുന്ന ഫില്ലിംഗ് എന്ന് പറഞ്ഞാൽ ശർക്കരപ്പാനിയൊക്കെ തയ്യാറാക്കി അതിൽ തേങ്ങ വിളയിച്ചാണ് തയ്യാറാക്കുന്നത്. ഇതിപ്പോൾ ഞാൻ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. വളരെ സിമ്പിളായിട്ടുള്ള ഒരു രീതിയിലാണ് ഇന്ന് ഞാനിവിടെ തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു കർക്കിടകവാവൊക്കെ വരുന്ന സമയങ്ങളിൽ ചില സ്ഥലങ്ങളിൽ, എല്ലാ സ്ഥലത്തുമല്ല ചില സ്ഥലങ്ങളിൽ വിളക്കിൻ്റെ മുന്നിൽ അട വെച്ച് നേദിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയും കൂടെ ഇതിൻ്റെ കൂടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു റെസിപ്പീസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇലയട തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ആദ്യം തന്നെ അടികട്ടിയുള്ള ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇപ്പം ഞാനിവിടെ 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് അരിപ്പൊടിയിലാണ് ഈ ഒരു അട തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് 2 കപ്പ് അരിപ്പൊടിക്ക് 3 കപ്പ് വെള്ളം, അതായത് 1 കപ്പ് അരിപ്പൊടിക്ക് 1.5 കപ്പ് വെള്ളം എന്ന കണക്കിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊപ്പോർഷനാണ്. തന്നെയല്ല, നമ്മൾ ഇതുപോലെ തിളച്ച വെള്ളത്തിൽ മാവ് കുഴയ്ക്കുവാണെന്ന് വരികിൽ അട നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും, പൊട്ടിപ്പോകത്തൊന്നുമില്ല. ഇലയിൽ നിന്നൊക്കെ വിട്ടു വരാനൊക്കെ വളരെ എളുപ്പമായിരിക്കും. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 കപ്പ് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളമെല്ലാം നല്ലപോലെ തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ കർക്കിടകവാവിന് തയ്യാറാക്കുന്ന അടയാണെന്ന് വരികിൽ നമ്മൾ അതിൽ ഉപ്പ് ചേർക്കാറില്ല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ചില സ്ഥലങ്ങളിൽ മാത്രമേ ഇങ്ങനെയുള്ള അട തയ്യാറാക്കാറുള്ളൂ, എല്ലാ സ്ഥലങ്ങളിലും ഒന്നും ഇല്ല. അപ്പോൾ അതും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ അങ്ങ് ഇൻക്ലൂഡ് ചെയ്യുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ ഇവിടെ സാധാരണ ഇലയുടെ തയ്യാറാക്കുന്ന പോലെ ഉപ്പ് ചേർത്തിട്ടാണ് കേട്ടോ മാവ് കുഴയ്ക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യോ വെളിച്ചെണ്ണയോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പം കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താലും മതി. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ മാവെല്ലാം ഇലയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനും അതുപോലെ തന്നെ അടയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാനും ഒക്കെ സഹായിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി ചേർക്കുന്ന സമയത്ത് തീയെ ലോ ഫ്ലെയിമിലാക്കുക. അതിനുശേഷം കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. പൊൻകതിരിൻ്റെ പൊടിയാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നും അല്ല കേട്ടോ. ഞാൻ ഉപയോഗിക്കുന്ന പൊടി ഏതാണെന്ന് പറഞ്ഞേ ഉള്ളൂ. ഇത് നമുക്ക് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം ഒന്ന് നല്ലപോലെ മിക്സ് ആയതിനു ശേഷം നമ്മൾ ആ ഒരു കറക്റ്റ് പാകത്തിന്, മാവ് കറക്റ്റ് ആയിട്ടുള്ള ഒരു പാകത്തിന് എത്തുമ്പോഴത്തേക്കും സ്റ്റവ് ഓഫ് ചെയ്യണം. ഞാനിപ്പോൾ ഇവിടെ സ്റ്റവ് ഓഫാക്കി കഴിഞ്ഞു. അതിനുശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം മാവെല്ലാം നല്ലപോലെ ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. നമുക്ക് താങ്ങാവുന്ന ചൂടൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്കിത് വീണ്ടും എടുത്ത് നല്ലപോലെ ഒന്ന് കൈ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം നല്ലപോലെ ഒന്ന് തണുത്ത് വരട്ടെ. ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പാത്രത്തിലേക്ക് ഒരു തേങ്ങ, ഒരു മീഡിയം സൈസിലുള്ള തേങ്ങ തിരുവി എടുത്തിട്ടുണ്ട്. അതിൽ നിന്നും ഒരു 2-3 ടേബിൾ സ്പൂൺ തേങ്ങ മാറ്റി വെച്ചിട്ട് ബാക്കി തേങ്ങ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം വാവട തയ്യാറാക്കാനുള്ള തേങ്ങ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ നമ്മൾ സാധാരണ അട തയ്യാറാക്കാനുള്ള ഫില്ലിംഗ് ആണ് റെഡിയാക്കി എടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 3/4 കപ്പ് അളവിൽ അവലാണ്. നമ്മൾ സാധാരണ സോഫ്റ്റ് ആയിട്ടുള്ള അവലാണ് കേട്ടോ, കട്ടി അവലല്ല. കട്ടി കുറഞ്ഞ മട്ട അവലാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായ ശർക്കരപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് വന്നിട്ട് ഇപ്പോൾ ഒരുവിധം മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് ശർക്കരപ്പൊടി. ഓർഗാനിക് ആയിട്ടുള്ള പൊടിയാണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് ഉരുക്കി അങ്ങനെ അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കല്ലും മണ്ണും അഴുക്കും ഒന്നും ഉണ്ടാവില്ല. ഞാനിപ്പോൾ ഇവിടെ 5 ടേബിൾ സ്പൂൺ ശർക്കരപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശർക്കരപ്പൊടിയുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു മീഡിയം മധുരത്തിലാണ് ഇത് തയ്യാറാക്കുന്നത്. ഇനി കുറച്ചും കൂടി നിങ്ങൾക്ക് മധുരം വേണം എന്ന് വരികിൽ ഒരു 6-7 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമുക്കൊരു 2 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. അതിൽ നിന്നും 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1-2 ടീസ്പൂൺ അളവിൽ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ കൈ കൊണ്ട് മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ സ്പൂൺ കൊണ്ട് ചെയ്യാം കേട്ടോ. കൈ കൊണ്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു തേങ്ങാപ്പാലെല്ലാം നല്ലപോലെ ഇറങ്ങി വന്ന് ശർക്കരയും ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യാൻ പറയുന്നത്.
നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. തേങ്ങാപ്പാലെല്ലാം നല്ലപോലെ ഒന്ന് ഇറങ്ങി വന്ന് ശർക്കരയും അവലും ഒക്കെ ആയിട്ട് നന്നായിട്ട് യോജിച്ച് വരണം. നമ്മൾ ഇതിലേക്ക് വെള്ളം ഒന്നും ഒട്ടും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല. ആ ഒരു തേങ്ങാപ്പാലിൻ്റെ നനവിലാണ് ഇതെല്ലാം ഒന്ന് മിക്സായി വരുന്നത്. അപ്പോൾ അതാ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഫില്ലിംഗ് ആണിത്. അപ്പോൾ വാവടയ്ക്കുള്ള ഫില്ലിംഗ് ഇതല്ല, അത് നമ്മൾ വേറെയാണ് ചെയ്തെടുക്കുന്നത്. ഇതിപ്പോൾ നമ്മുടെ നോർമൽ അടയ്ക്കുള്ള ഫില്ലിംഗ് ആണ് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ മാവെല്ലാം നല്ലപോലെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സാധാരണ ചപ്പാത്തിക്ക് മാവ് മിക്സ് ചെയ്യുന്ന പോലെ കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നല്ല സോഫ്റ്റ് ആയിട്ട് വരണം മാവെല്ലാം. അപ്പോൾ മിക്സ് ചെയ്യുന്നതിന് മുന്നേ കയ്യിൽ കുറച്ച് നെയ്യോ അല്ലെങ്കിൽ കൈ ഒന്ന് നല്ലപോലെ വെള്ളത്തിൽ നനച്ചതിന് ശേഷം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് കണ്ടില്ലേ, പാത്രത്തിലൊന്നും ഒട്ടിപ്പിടിക്കുന്നേ ഇല്ല. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പരുവത്തിലാണ് മാവ് റെഡിയാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ അതാ നമ്മുടെ മാവെല്ലാം ഞാനിപ്പോൾ ഇവിടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിവിടെ ഒരു വാഴയില എടുത്ത് വെച്ചിട്ടുണ്ട്. വാഴയില ഞാൻ ചെറുതായിട്ടൊന്ന് തീയിൽ വാട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം കയ്യിൽ നമുക്കൊരല്പം നെയ്യ് പുരട്ടി കൊടുക്കാം. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മാവിൽ നിന്നും നമുക്ക് എത്രത്തോളം വലിപ്പത്തിലുള്ള അട തയ്യാറാക്കണോ അതിനനുസരിച്ച് മാവെടുക്കുക. ഇനി ഇത് നല്ലപോലെ ഒന്ന് പരത്തി കൊടുക്കുക. പരത്തി കൊടുക്കുമ്പോഴത്തേക്കും എല്ലാ സ്ഥലത്തും ഒരേപോലെ ഇരിക്കണം. ചില സ്ഥലത്ത് കട്ടി കൂടി ചില സ്ഥലത്ത് കട്ടി കുറഞ്ഞ് അങ്ങനെയൊന്നും ഇരിക്കരുത്. എല്ലാ സ്ഥലത്തും ഒരേപോലെ പരത്തിയെടുക്കണം. അപ്പോൾ ഇത് പരത്തുന്ന സമയത്ത് കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നെയ്യ് പുരട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്താ ഇവിടെ അരിമാവെല്ലാം നല്ലപോലെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ഫില്ലിംഗ് എല്ലാം ഒന്ന് വെച്ച് കൊടുക്കാം. ഫില്ലിംഗ് എല്ലാം വെച്ചതിന് ശേഷം ഇല നല്ലപോലെ മടക്കി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കാരണം ആ രണ്ട് സൈഡും ഒന്ന് ഒട്ടി കിട്ടാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഫില്ലിംഗ് ഒന്നും പുറത്ത് വരാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇതാ കണ്ടില്ലേ, ഇപ്പം തന്നെ നമ്മുടെ ഇലയിൽ നിന്നും അടയെല്ലാം നല്ലപോലെ വിട്ട് വരുന്നുണ്ട്. അപ്പം ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി എല്ലാ അടയും പരത്തിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ആദ്യത്തെ ബാച്ച് അടയെല്ലാം ഞാനിപ്പോൾ ഇവിടെ പരത്തി എടുത്തിട്ടുണ്ട്. അട പരത്തുന്ന സമയത്ത് തന്നെ ഞാൻ ഇത് ആവി കയറ്റാനുള്ള വെള്ളവും കൂടി ഇഡ്ഡലി ചെമ്പിൽ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഇത് ഇതുപോലുള്ളൊരു അരിപ്പയിൽ ഒന്ന് നിരത്തി വെച്ചതിന് ശേഷമാണ് ആവി കയറ്റാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഇഡ്ഡലി തട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ ഇഡ്ഡലി തട്ടിൻ്റെ കൂടെ വരുന്ന ആ ഒരു ചെറിയൊരു പ്ലേറ്റ് ഉണ്ടല്ലോ അതിൽ വെച്ചിട്ടോ നമുക്കിത് ആവി കയറ്റി എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതൊരു 20 മുതൽ 30 മിനിറ്റ് വരെ ആവി കയറ്റി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് റെഡിയായി വരട്ടെ. ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് വാവിന് വേണ്ടി തയ്യാറാക്കുന്ന അടയും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാം. നമ്മൾ നേരത്തെ എടുത്തതിൽ നിന്നും കുറച്ച് തേങ്ങ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് 1.25 ടേബിൾ സ്പൂൺ ശർക്കരപ്പൊടി ചേർത്ത് കൊടുക്കാം. കാരണം കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ഞാനിത് തയ്യാറാക്കുന്നത്. അതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് എള്ളാണ്. ഞാനിപ്പോൾ ഇത് നല്ലപോലെ കഴുകി ക്ലീൻ ചെയ്തതിന് ശേഷം വറുത്ത് വെച്ചിരിക്കുന്ന എള്ളാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വാവിന് വേണ്ടി തയ്യാറാക്കുന്ന അടയായതുകൊണ്ടാണ് എള്ള് ചേർത്തിരിക്കുന്നത്. ഇതിപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ചെയ്യാറില്ല. ചില സ്ഥലങ്ങളിൽ മാത്രം വിളക്കിൻ്റെ മുന്നിൽ ഇതുപോലെ അട തയ്യാറാക്കി വെക്കാറുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ നെയ്യും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ഫില്ലിംഗ് ഇല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇലയിലേക്ക് മാവെല്ലാം നല്ലപോലെ ഒന്ന് പരത്തി കൊടുക്കാം. അപ്പോൾ വാവിന് വേണ്ടി തയ്യാറാക്കുന്ന അട വന്നിട്ട് കുറച്ച് കട്ടിക്കായിരിക്കും പരത്തിയെടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. അപ്പോൾ ദാ ഇതും നേരത്തെ നമ്മൾ ചെയ്ത പോലെ ഇതിൻ്റെ അറ്റമെല്ലാം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഉള്ളിലുള്ള ഫില്ലിംഗ് ഒന്നും പുറത്ത് വരാതെ നന്നായിട്ടൊന്ന് ഇതിൻ്റെ അരികെല്ലാം ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള അടയും കൂടെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ വാവിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള അടയും ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതും നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ആദ്യത്തെ ബാച്ച് അടയെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഞാനിപ്പോൾ ഇത് ചെറിയ ചൂടോട് കൂടി ഇരിക്കുമ്പോൾ തന്നെയാണ് തുറക്കുന്നത്. ഇത് കണ്ടില്ലേ, ഇലയിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടയാണ്. വായിലിട്ട് കഴിഞ്ഞാൽ അലുത്ത് പോകുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടയാണിത്. ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടയാണ്. ഇത് കണ്ടില്ലേ എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത്. ഇതിപ്പോൾ നമ്മുടെ കർക്കിടക വാവിന് വേണ്ടി തയ്യാറാക്കുന്ന
എള്ള് വെച്ചിട്ടുള്ള ഫില്ലിങ് വെച്ച് തയ്യാറാക്കിയിട്ടുള്ള അടയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇലയുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. തേങ്ങയൊന്നും വിളയിക്കാതെ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നാടൻ പലഹാരമാണ്. നമുക്ക് വൈകുന്നേരം ചായയുടെ കൂടെ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണിത്. എല്ലാവർക്കും എൻ്റെ ഒരു റെസിപ്പീസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാവുന്നതാണ്. അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് കാണുന്നത് വരേക്കും ടേക്ക് കെയർ. ബൈ.